പാട്ട് പാടുന്ന സമയത്ത് ഈ അധികം ആളുകൾ ഉപയോഗിക്കാത്ത ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, പക്ഷേ ഇന്ദ്രജിത്ത്, അവരൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പർട്ടിക്കുലർ എന്താ റീസൺ? അത് അവരെ ചെയ്താൽ ശ്രദ്ധിക്കപ്പെടും, അത് തന്നെയാണോ? അങ്ങനെയല്ല ബ്രോ. ഇപ്പൊ നമുക്ക് അതൊരു റീസൺ ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കോമൺ ആൾക്കാർ ഉണ്ട്. പിന്നെ പിച്ച് ഉണ്ടല്ലോ ബ്രോ. ഇപ്പൊ ചിലർക്ക് ഈ പൃഥ്വിരാജിനൊക്കെ മാത്രമായിരിക്കും ഒരു ഹൈ പിച്ച് പറ്റുക. ഇപ്പൊ മിന്നൽ വള സോങ് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ആ പാട്ട് വേറെ ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ ആളുകൾ വിചാരിക്കും ഇവൻ എന്താ റിപ്പീറ്റ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷെ കാരണം വെച്ചാൽ ഈ പിച്ച് പിടിക്കാൻ വേണ്ടിയാണ് അത്. മിന്നൽ വള സോങ് പൃഥ്വിരാജ് പാടിയാൽ അങ്ങനെ ഇരിക്കും. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുളഞ്ഞു, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുളഞ്ഞു, ഉള്ളിലൊതിച്ചൊരു മോഹമെല്ലാം കള്ളത്തരത്തിന്റെ തുള്ളികളായി, കണ്ട നേരം കണ്ണലായി, കൊണ്ടലിൽ മിന്നലായി, മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. അപ്പൊ പിച്ചും ഒരു സാധനം കിട്ടുന്നത് ചിലപ്പോ പൃഥ്വിരാജനായിരിക്കും. ഞാനിപ്പോ തമിഴൊക്കെ പാടിയാലും ഇടയ്ക്ക് പൃഥ്വിരാജനെ കൊണ്ടുവരാറുണ്ട്. തമിഴൊക്കെ ചില സമയത്ത് കനിമ സോങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തൊക്കെ പൃഥ്വിരാജിനെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ മറ്റേ ഇത് ചെയ്യാറുണ്ട്, മറ്റേ ഈ ഹബീബി, അതിനകത്ത് ബൈജു ചേട്ടനെ കൊണ്ടുവന്നു. ഹബീബി ഹബീബി നമ്മുടെ ബീബി കലിഫൊത്തൊരു ബീബി പീസായൊരു ബീബി. അത് കഴിഞ്ഞിട്ട് നേരെ ബാബു നമ്പൂതിരി, കലാക്കില ലുക്കവതാരെ ഉടുക്കാൻ ബർബറിയാണ്, വരെ വരെ സാക്ഷി അതാണ് അവളാണൊരു. ഇതൊക്കെ പടം നമ്മള് ഒരു പോർഷൻ എത്തുമ്പോ പൊക്കണം. ദിനാറിന്റെ പായിൽ ഇരുന്നാണ് തൂക്കും, മസറാട്ടി കൂട്ടിൽ ഇരുന്നാണ് പോക്കും. ആ പിച്ച് പിടിക്കണമെന്നുണ്ടെങ്കിൽ രാജു സാറിനെ കൊണ്ടുവന്നേ പറ്റൂ. അതാണ് പ്രശ്നം. അല്ല നമ്മള് റിപ്പീറ്റ് ചെയ്യുന്നത് മനഃപൂർവ്വം അല്ല, ചില ശബ്ദങ്ങൾ ഭയങ്കര പാടാം. ഞാനേ തമിഴില് പോലും ആളുകൾ വളരെ റയർ ആയിട്ട് ചെയ്യുന്ന, എന്നാൽ വളരെ പോപ്പുലർ ആണ് മനുഷ്യൻ ചിമ്പുവിന്റെ സൗണ്ട് ചെയ്യുന്നത്. ഞാൻ മലയാളത്തിൽ ആരും കണ്ടിട്ടില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ ബ്രോ, നമ്മൾ 2009-10 സമയത്തൊക്കെ ബാംഗ്ലൂർ ഇങ്ങനെ ചിമ്പു തരംഗം വരുന്നുള്ളൂ. ആ സമയത്താണ് എണ്ണൂറ്റാണ്ടി വരുവായി അവിടെ പടം തിയേറ്ററിൽ പോയി. ഈ ഹരിചേരൊക്കെ ഭയങ്കര ക്രൈസ്. അപ്പൊ അന്ന് തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് ഈ പടം ആ സാധനം അങ്ങനെ അങ്ങ് മനസ്സിൽ വന്നതാണ്. எனக்கு 50 ஆகும் போது உனக்கு 59 ஆகும், அப்ப நீ ஒத்துக்குமா? அப்ப இது லவ் பண்ண ஜெஸ்ஸி, உலகத்துல எவ்வளவு பசங்க இருந்தது, ஏன்னா ഉണ്ണ ലവ് பண்ண ജെസ്സി, ഇതുപോലത്തെ സാധനങ്ങളുണ്ടല്ലോ. അത് പിന്നെ കുറെ പാട്ടുകൾ ക്ലൈമാക്സ് ഡയലോഗ് അറിയായിരുന്നു, കാത്തിലുള്ള ജെസ്സി, നമ്മളെ திருப்பணம் நம்ம 2 பேருக்குள்ள இருந்து வாஸ் ஜஸ்ட் மேஜிக்கல் ஜெஸ்ஸி, உங்களால தான் இந்த பட்டமே ஆறு இமோஷன்ஸ் ഒക്കെ നമ്മളത്. டேய் தம்பி படத்தோட பேரு ஜெஸ்ஸி, ஜெஸ்ஸின்னு தானே മറ്റേ കൂടെയുള്ള പുള്ളിയിൽ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് കാണാതെ പഠിക്കുന്നതല്ല. ചിലപ്പോ നമ്മുടെ സൗണ്ട് ഇത് ആവണമെന്നില്ല, ബട്ട് നമ്മളത് ലൈഫിൽ അങ്ങനെ ഫേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എത്രത്തോളം സിനിമകൾ കണ്ടിട്ട് കിട്ടുന്നതാ. അപ്പൊ ഒരാൾ വന്നിട്ട് സൗണ്ട് ശരിയായെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. നമ്മളൊരു മിമിക്രി മാത്രമല്ല, ഇതൊരു ഓളം. ഇപ്പൊ നമ്മള് കാര്യമായിട്ട് മിമിക്രി ചെയ്തിട്ട് ഇത് വേറെ ഇയാളാണല്ലേ പറഞ്ഞത് നന്നായി, അങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഹേർട്ട് ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും? അതൊക്കെ വരും ബ്രോ. ചിലപ്പോ നല്ല മൂഡ് അനുസരിച്ച് ഇപ്പൊ നമ്മള് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോ ഓക്കെ ബ്രോ, ഇനി ഞാൻ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം, താങ്ക്സ് ഫോർ യുവർ ഫീഡ്ബാക്ക് എന്നൊക്കെ പറയാറുണ്ട്. ചില സമയത്ത് നമുക്കൊരു വൈസ് വേഴ്സ ഓൾസോ പോസിബിൾ. ഒട്ടും വയ്യാണ്ടിരിക്കുന്ന സമയത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ തിരിച്ചു ചോദിക്കാറുണ്ട്, എന്തുവാടേ ജീവിച്ചു പോട്ടടേ എന്നൊക്കെ ചോദിക്കാറുണ്ട് കാഷ്വലി. എനിക്കൊരു പാട്ട് ഫുൾ ലെങ്ത് ഏതെങ്കിലും എടുത്ത് പാടി കേൾപ്പിക്കാം. മിമിക്സ് ആണ് ഉറപ്പാണ്. അപ്പൊ നമ്മുടെ സർവമായ സിനിമയിലെ വെള്ളാരത്താരം സോങ് പാടാണ്. അപ്പൊ അതിനകത്ത് ആദ്യം ഇന്ദ്രജിത്ത്, അജു വർഗീസ്, മുരളി ഗോപി, പൃഥ്വിരാജ്, നമ്മുടെ സുരേഷ് ഗോപി, ആ ഒരു ഓർഡറിനാണ് പോകുന്നത്. ഓക്കെ, ഞാനത് ലിറിക്സ് ഒന്ന് മറന്നുമായിരിക്കാൻ. വെള്ളാരത്താരം വെണ്ണിൽ തേവാരം നോക്കുന്നേ, ഞാൻ തുമ്പിൽ മന്ദം മന്ദം ചൊല്ലി പൂക്കുന്നീനത്തിൽ, മഞ്ഞേടും ഓർമ്മയ്ക്കുള്ളിൽ മങ്ങാതെ വേദങ്ങൾ, ഓരോന്നായി എണ്ണിക്കൊണ്ട് ഈറൻ മാറ്റി ശീലങ്ങൾ, കാണാതെ കാണാതെ ഉള്ളാലെ കണ്ടിടും വിശ്വാസക്കാവൽ തേടാതെ, നാരായ തൊഞ്ചത്തെ നേരേതോ പൊയ്യേതോ
ഏതേതും ഓർക്കാതെ നീ നിന്നെ തന്നെ ഇത് ഒരു ക്ലോഷർ കൊടുക്കുകയും ചെയ്യൂല, അതായത് അവസാനം പൊട്ടിക്കലുണ്ടാവില്ല. എന്തെങ്കിലും ഒരു ഫണ്ണി സാധനം വേണം ബ്രോ. ഇപ്പൊ ഈ കനിമ സോങ് ചെയ്യുമ്പോഴത്തേക്ക് അവസാനം സിംബുവിനെ കൊണ്ടുവന്നിട്ട് അപ്പൊ ഇങ്ങനെ ആട്ടി സന്തനക്കട്ട ആട്ടം തൊമ്മനക്കട്ട ആട്ടി തൊട്ടത് പട്ടാ സെയിം ഈ സാധനം ചെയ്യും. അപ്പം തമിഴന്മാരൊന്ന് ഡേ പൊറുക്കി എതുക്കടാ സിംബു പണ്ണുമ്പോൾ ഇപ്പടി മൂഞ്ചി വെക്കറേ. ഭയങ്കര സ്നേഹമാവും, പക്ഷെ എന്നാലും നമുക്കറിയാം ഇങ്ങനെ അല്ല പുള്ളി പെരുമാറുന്നത്. ഒരു ക്യാരിക്കേച്ചർ സെറ്റപ്പിലൊന്നും ചെയ്യുന്നത്. ഈ സന്തോഷ് വർക്കിയെ ഒരു ഏത് പോയിന്റില് ഉപയോഗിക്കാന്ന കുറച്ചുകൂടി എല്ലാ പോയിന്റിലും ഉപയോഗിക്കും. ഇപ്പം പുള്ളി എന്റെ നമ്മളെ ഊക്കാൻ കിട്ടുന്ന ഒരു അവസരത്തിലും നമ്മൾ വിടാറില്ല. ഏത് ചോയ്സിൽ വേണമെങ്കിലും ഉപയോഗിക്കും. പുള്ളിയുടെ ഇപ്പൊ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ന്യൂട്ടൺ സെക്കൻഡ് ലോ 6 വന്നിട്ട് പറയുകയാണ് F=ma. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫുള്ള് ഫോഴ്സ് ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഫുള്ള് മാഷാണ്, ആക്സിലറേഷൻ ഉണ്ട്, ഫോഴ്സ് കൂടുമ്പോ ആക്സിലറേഷൻ കൂടുന്നു, ആക്സിലറേഷൻ കൂടുമ്പോ ഫോഴ്സ് കൂടുന്നു. ഈ എല്ലാ സാധനത്തിനകത്തും പുള്ളിയെ കൊണ്ട് വെക്കാറുണ്ട്. അത് നോർമൽ സാധനമാണ്. മറ്റേ രാവിലെ ഒരു കരിങ്കാളി എല്ലി ആ സാധനം വരുമ്പോ സമയത്ത് അങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മറന്നുപോയി സാധനം കണ്ടു. പുള്ളിയെ സ്ഥിരം ഉപയോഗിക്കാറുണ്ട് ബ്രോ. ഇവിടെ വീട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയായാലും വർക്കാവുന്നൊരു ഏറ്റവും അധികം പഠിക്കാൻ ടഫായിട്ട് തോന്നിയ വോയിസ് ഏതായിരുന്നു? പ്രാക്ടീസ് ചെയ്ത് ശ്രമിച്ചിട്ടുള്ളത് ലാലേട്ടനാണ് ബ്രോ. നമുക്ക് ഒരിക്കലും അത് ഒരു ഒപ്റ്റിമം സാധനം ആർക്കും പിടിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അറ്റംപ്റ്റ് ചെയ്യാല്ലേ, ഞാൻ ഭയങ്കര ലാലേട്ടൻ ഫാനാ. അപ്പം വിത്ത് റെസ്പെക്ട് വിത്ത് സ്നേഹം അങ്ങനെ അല്ല, പക്ഷെ കുറെ ആളുകൾ അനുകരിക്കുന്നുണ്ടല്ലോ. എന്താമോനെ എന്നൊക്കെ നമുക്ക് ചോദിക്കാം, പക്ഷെ ലാലേട്ടൻ ആവണം. കുറെ പേരൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അതിപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല, ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും ഇവരുടെ വോയിസ് ഒക്കെ ഇങ്ങനെ മാറി വരികയല്ലേ ബ്രോ. ബേസ് കയറി വരുമ്പോ ഇപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ ജഗദീഷ് ഏട്ടന്റെ വോയിസ് വളരെ റെയർ ആയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് വോയിസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഫാലിമി സിനിമയിലൊക്കെ വളരെ ഇതായിട്ട് അപ്പൊ പുള്ളി ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിചാരിക്കും ഈ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റണമെന്ന്. കഴിയാറില്ല. കൊല്ലാനും മോട്ടിക്കാനൊന്നും പോയിട്ടില്ല, കാശുണ്ടാക്കാൻ പറ്റിയില്ല. അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഒരു കച്ചവടം നടത്തി പൂട്ടിപ്പോയ കുടുംബത്തിൽ തന്നെ മാറ്റിപ്പോടെ ഈ സാധനം. അതുപോലെ പണ്ടത്തെ സ്ഥിരം ജഗദീഷ് ഏട്ടൻ വോയിസ് പണ്ട് അത് വേണ്ടെന്ന് തീരുമാനിച്ച ഇതാണ് പുള്ളിയുടെ ലേറ്റസ്റ്റ് മോഡുലേഷൻ. ഇതാണ് ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. മറ്റേ ഇപ്പൊ മാർക്ക് വരാണെങ്കിൽ എനിത്തിങ് ക്യാൻ ഹാപ്പൻ ടു എനി വൺ എനി ടൈം. കുറച്ചുകൂടെ സീരിയസ് ആയി പുള്ളി. ജഗദീഷ് ഏട്ടന്റെ വോയിസ് അങ്ങനെയാണ് ഡെലിവർ ആവുന്ന പോലെ എനിക്ക് തോന്നാറ്.